നിങ്ങളുടെ അടുത്ത് ഇതേപോലെയുള്ളൊരു കേക്ക് ബോർഡ് എടുക്കാനുണ്ടാവുമോ? ഉണ്ടെങ്കിൽ അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. വെറും പെയിൻറ് മാത്രം യൂസ് ചെയ്തിട്ട് ഗ്ലൂവോ ഒന്നും ഇല്ലാതെ എങ്ങനെ ഈ ക്രാഫ്റ്റ് ചെയ്തെടുക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് പെയിൻറ്റുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അതെടുക്കാം. ഇനി ഇതേപോലെയുള്ള ഒരു ചെറിയ സ്പോഞ്ചും എടുക്കുന്നുണ്ട്. നേരത്തെ എടുത്ത് വെച്ച പെയിൻറ് ഈ സ്പോഞ്ചിൻ്റെ മുകളിൽ കുറച്ചാക്കിയിട്ട് ഈ കേക്ക് ബോർഡിൻ്റെ മുകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക. ഇനി വേറൊരു പെയിൻറ് എടുത്തിട്ട് ഇതേപോലെ ഓരോ ഭാഗത്തായിട്ട് ആക്കി കൊടുക്കുക. അങ്ങനെ കേക്ക് ബോർഡ് ഫില്ലാവണത് വരെ പെയിൻറ് കൊടുക്കാൻ നോക്കുക. പിന്നെ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാനും നോക്കുക. ഞാനിതാ ഇതേപോലെ കേക്ക് ബോർഡ് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പപ്പായൻ്റെ ഇലയാണ് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഇല എടുക്കാം. നല്ല പാറ്റേൺ ഉള്ള ഇല എടുക്കാൻ നോക്കുക. നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച കേക്ക് ബോർഡൊക്കെ ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പപ്പായൻ്റെ ഇല എടുത്ത് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ സൈഡുകളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് വെച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു ബ്ലാക്ക് കളർ സ്പോഞ്ചിൽ എടുത്തിട്ട് ഇതേപോലെ ഇലയുടെ പുറത്ത് കൂടി പെയിൻ്റ് അടിച്ചെടുക്കാം. ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡിൽ വെച്ച ഇല നമുക്കൊന്ന് എടുത്ത് മാറ്റണം. മെല്ലെ എടുത്ത് മാറ്റിയാൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണക്കാൻ വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നമുക്കിത് വോൾ ഡെക്കറോ അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കറോ ആയിട്ട് വെക്കാം. എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക.